നമസ്കാരം. പ്രപഞ്ചത്തിലെ ഓരോന്നിലും പോസിറ്റീവായ ഊർജം നിറഞ്ഞിരിക്കുന്നു എന്ന് തന്നെ പരാമർശിക്കാം. പോസിറ്റീവായ ഊർജം നൽകുന്നതായ വസ്തുക്കൾ നമുക്ക് ചുറ്റുമുണ്ട് എങ്കിലും നമുക്ക് ഇത്തരത്തിൽ പോസിറ്റീവായ ഊർജം പ്രദാനം ചെയ്യുന്നതാണ് നമ്മളിലേക്ക് വന്നു ചേരും. നേരെ മറിച്ച് നെഗറ്റീവായ വസ്തുക്കളാണ് എങ്കിൽ നെഗറ്റീവായ ഊർജമാണ് വന്നു ചേരുക. വാസ്തുപ്രകാരം ജീവിതത്തിൽ പോസിറ്റീവും നെഗറ്റീവും ഉണ്ടാകുന്നതുമാണ്. വീട്ടിൽ പോസിറ്റീവ് ഊർജം നിറയ്ക്കുവാൻ പല വാസ്തുവിദ്യകളുണ്ട്. അത്തരത്തിൽ ഒന്നാണ് വാസ്തു ചെടികൾ ഉപയോഗിച്ച് ചെയ്യുവാൻ സാധിക്കുന്നത്. ആ ചെടികളെ കുറിച്ച് മനസ്സിലാക്കാം. എന്നാൽ ഞാൻ ഈ പരാമർശിക്കുന്ന 2 സസ്യങ്ങൾ വീടുകളിൽ പൂക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് വന്നു ചേരുന്ന അപകടങ്ങൾ തരണം ചെയ്യാൻ സാധിച്ചു എന്ന് തന്നെ അർത്ഥമാക്കാം. ഏതെല്ലാമാണ് ആ വിശേഷപ്പെട്ടതായ ചെടികൾ എന്നുകൂടി വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം സാക്ഷാൽ പരമശിവനെ വന്ദിക്കുക. ഓം നമഃശിവായ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീടുകളിൽ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും പ്രദാനം ചെയ്യുവാൻ സഹായകരമായ ചില സസ്യങ്ങളുണ്ട്. ഇവ വീടുകളിൽ വളർത്തുന്നത് സർവ്വ ഐശ്വര്യങ്ങളും ഉയർച്ചയും നിങ്ങൾക്ക് പ്രദാനം ചെയ്യും. കാരണം ആ വീടുകളിൽ പോസിറ്റീവായ ഊർജത്തെ വർദ്ധിപ്പിക്കുവാനും നെഗറ്റീവായ ഊർജങ്ങളെ ഒഴിവാക്കുവാൻ നിലനിർത്തുവാൻ സാധിക്കാത്തതായ സാഹചര്യമാണ് വന്നു ചേരുക. അതിനാൽ പോസിറ്റീവ് ഊർജം വർദ്ധിക്കുകയും ആ വീട്ടിലെ ഏതൊരംഗത്തിനും ശരിയായ രീതിയിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനുമുള്ള അവസരങ്ങളാണ് കടന്നു വരിക. അതിനാൽ ഈ സസ്യങ്ങൾക്ക് പ്രാധാന്യം നൽകുക. തെച്ചി, മന്ദാരം, തുളസി, പിച്ചകം, ചെമ്പകം എന്നീ സസ്യങ്ങളാണ്. ഇവ വച്ച് പിടിപ്പിക്കാവുന്ന വീടുകളിൽ വച്ച് പിടിപ്പിക്കാവുന്ന ഏറ്റവും ശുഭകരമായ ചെടികൾ തന്നെയാണ്. മറ്റൊരു പ്രത്യേകത, ഇവ ദേവപൂജയ്ക്ക് ഉപയോഗിക്കുന്നവ തന്നെയാണ്. അത്രമേൽ വിശേഷവുമാണ്. കൂടാതെ വെള്ളപ്പൂവായ പിച്ചി മഹാലക്ഷ്മി ദേവിക്ക് ഏറെ വിശേഷപ്പെട്ടതുമാണ്. കാരണം വെള്ള താമരയിലാണ് സാക്ഷാൽ ദേവി രൂപം സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുവാൻ ഈ സസ്യങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. ചെമ്പരത്തി ഭദ്രകാളി ദേവിക്ക് ഏറെ ഇഷ്ടപ്പെട്ടതായ ഒരു പുഷ്പവുമാണ്. നാമ്പ് കളഞ്ഞതിന് ശേഷം വെള്ളിയാഴ്ച ഭദ്രയ്ക്ക് മാല കെട്ടിയിടുന്നത് ദോഷങ്ങൾ തീർക്കുന്നതാണ്. നല്ല വൃത്തിയായി തന്നെ ചെയ്യണം. മുല്ലപ്പൂവും ഭഗവതിക്ക് ഇഷ്ടപ്പെട്ടതായ ഒന്നാണ്. കാരണം ഒരു ദേവിയുടെ തന്നെ പല രൂപങ്ങളാണ് അഥവാ ഭാവങ്ങളാണ് പല ഭഗവതിമാരും. നന്ദ്യാർവട്ടവും വീട്ടിൽ വച്ച് പിടിപ്പിക്കാവുന്ന പൂജയ്ക്കെടുക്കുന്ന ഒന്ന് തന്നെയാണ്. ഇതെല്ലാം വീട്ടിൽ വച്ച് പിടിപ്പിക്കുന്നത് ഐശ്വര്യമാണ് എന്ന് നിസ്സംശയം പറയാം. തുളസി ആയുർവേദ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നതായ ഒരു സസ്യം കൂടിയാകുന്നു. പ്രത്യേകിച്ചും തുളസി പോലുള്ളവ അന്തരീക്ഷം തന്നെ വൃത്തിയാക്കുവാൻ ഏറ്റവും ശുഭകരമാണ്. നല്ല വായു നൽകും എന്നതാണ് വാസ്തവം. നന്ദ്യാർവട്ടം പോലുള്ളവ നല്ല മരുന്നുമാണ്. തെച്ചി പോലുള്ള പുഷ്പങ്ങൾ പല തരത്തിലുള്ള രോഗങ്ങൾക്കും മരുന്ന് തന്നെയാണ്. ചെമ്പരത്തി മുടി, പ്രമേഹം തുടങ്ങിയവയ്ക്ക് ഉപയോഗിക്കുന്നതുമാണ്. താമര, തുളസി, മുല്ല തുടങ്ങിയ സസ്യങ്ങൾ വീടിനുള്ളിൽ വച്ച് പിടിപ്പിക്കുന്നതും ഉത്തമമാണ്. കാരണം ഒരു വീടിനുള്ളിലെ ഐശ്വര്യം പ്രധാനമായും പോസിറ്റീവ് ഊർജത്തെ ആശ്രയിച്ചിരിക്കുന്നത് തന്നെയാണ്. ആ ഊർജം നിങ്ങൾക്ക് വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. ഈശ്വരാധീനം വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. കൂടാതെ വീടിനുള്ളിൽ അംഗങ്ങൾ തമ്മിലുള്ള ഐക്യം വർദ്ധിപ്പിക്കുവാനും സഹായകരം തന്നെയാണ്. കലഹങ്ങളുണ്ട് എങ്കിൽ ആ കലഹങ്ങൾ ഒഴിവാക്കുവാൻ ഏറ്റവും ഉത്തമമാണ്. ആ വീടുകളിൽ വളരെയധികം ഉത്സാഹവും പ്രത്യേകിച്ചും പ്രവർത്തിക്കാനുള്ള ഊർജവും ആ അംഗങ്ങളിൽ നിറയുക തന്നെ ചെയ്യും. അതവരുടെ പ്രവർത്തനങ്ങളിൽ പ്രകടമാവുക തന്നെ ചെയ്യും. എന്നാൽ ബോൺസായി ചെടികളും ചുവന്ന നിറത്തിൽ പൂക്കൾ ഉണ്ടാകുന്നതായ ചെടികളും വീടിനുള്ളിൽ വയ്ക്കുവാൻ പാടുള്ളതല്ല. മണി പ്ലാന്റ്, ലക്കി ബാമ്പു തുടങ്ങിയവ വീട്ടിൽ വാസ്തുപ്രകാരം ഐശ്വര്യങ്ങൾ നൽകുന്നതായ സസ്യങ്ങൾ കൂടിയാണ്. കറ്റാർവാഴ ശുഭസൂചകമായ സസ്യങ്ങളിൽ ഒന്ന് തന്നെയാണ്. കൂടാതെ പോസിറ്റീവായ ഊർജം പ്രദാനം ചെയ്യുന്ന ചെടി എന്ന പ്രത്യേകതയും കറ്റാർവാഴയ്ക്കുണ്ട്. കറ്റാർവാഴ വീടുകളിൽ വളർത്തുകയാണ് എങ്കിൽ
പോസിറ്റീവ് ഊർജം വർദ്ധിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. എന്നാൽ നമ്മുടെ വീട്ടിലും ജീവിതത്തിലും ഉയർച്ച നൽകുവാൻ കറ്റാർ വാഴയ്ക്ക് സാധിക്കുന്നതുമാണ്. ഇവ വീടുകളിൽ പൂവിടുകയാണ് എങ്കിൽ ചില കാര്യങ്ങൾ പ്രധാനമായും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ആ വീടുകളിൽ മഹാഭാഗ്യം വന്നു ചേരാൻ പോകുന്നു. അകാല മൃത്യു ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോയിരിക്കുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. ആയുസ് വർദ്ധിക്കുന്നതിൻ്റെ അനുകൂലമായ സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. രോഗദുരിതങ്ങൾ ഒരു പരിധിവരെ നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങളാണ് കടന്നു വരിക എന്നും അർത്ഥമാക്കുവാൻ സാധിക്കും. സൗഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. കോടീശ്വര യോഗം തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സാഹചര്യമാണ് ഉണ്ടാവുക. അതായത് ധനപരമായ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഏറ്റവും ശുഭകരമാണ്. അതിനാൽ തീർച്ചയായും ഈ ഒരു സസ്യം നിങ്ങളെ വീടിനുള്ളിൽ പൂവിടുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ വീട്ടിൽ പൂവിടുകയാണ് എങ്കിൽ ഏറ്റവും ശുഭകരമായ ഒരു സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. മറ്റൊരു സസ്യം തുളസിയാണ്. തുളസി ധാരാളമായി വീടുകളിൽ പൂക്കുകയാണ് എങ്കിൽ അത് ശുഭകരമായ ഒരു സൂചനയായി തന്നെ പരാമർശിക്കാം. ആ വീടുകളിൽ ലക്ഷ്മി നാരായണ കടാക്ഷമുണ്ട് എന്നും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യങ്ങളും ആ വീടുകളിലേക്ക് വന്നു ചേരാൻ പോകുന്നു എന്നർത്ഥമാക്കാം. കൂടാതെ ആ വീടുകളിൽ ദുരിതപൂർണമായ അവസ്ഥകൾക്ക് മാറ്റം വരുന്നതിനോടൊപ്പം തന്നെ അകാല മൃത്യു പോലുള്ള കാര്യങ്ങൾ, അപകട സാധ്യതകൾ കുറഞ്ഞിരിക്കുന്നു എന്നും അർത്ഥമാക്കുവാൻ സാധിക്കും. അപകടങ്ങളാൽ പല പ്രയാസങ്ങളും വന്നു ചേരേണ്ടതായ കാര്യങ്ങൾ ഒഴിഞ്ഞു പോയി എന്ന് തന്നെ അർത്ഥമാക്കാം. അതിനാൽ തുളസി ധാരാളമായി പൂക്കുന്നു എങ്കിൽ അത് മഹാഭാഗ്യം തന്നെയാണ്. സർവ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതിൻ്റെ ഒരു സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. ഈ സസ്യങ്ങൾ പൂക്കുകയാണ് എങ്കിൽ അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിലും ശിവക്ഷേത്രത്തിലും ദർശനം നടത്തുന്നത് ശുഭകരമാണ്. നിങ്ങളെക്കൊണ്ട് സാധിക്കുന്ന അല്ലെങ്കിൽ ശക്തിക്കൊത്ത വഴിപാടുകൾ ചെയ്യുന്നതും നടത്തുന്നതും ഏറ്റവും വിശേഷം തന്നെയാകുന്നു.